ജനുവരി 1 മുതൽ 8ാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ശമ്പള വർധനവിനായി കാത്തിരിക്കുകയാണ്. 8ാം ശമ്പള കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ ശമ്പള വർധനവ് ലഭിക്കുക ആർക്കെല്ലാമെന്നാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ജനുവരി 1 മുതൽ 8ാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാർ ശമ്പള വർധനവിനായി കാത്തിരിക്കുകയാണ്. 8ാം ശമ്പള കമ്മീഷന്റെ ഏറ്റവും വലിയ ചർച്ചകൾ ശമ്പള വർധനവും ഫിറ്റ്മെന്റ് ഘടകവുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഈ പേയ്മെന്റ് രീതികളൊക്കെ തീരുമാനിക്കുന്നത്. നിലവിൽ CPC ആയ 7ാം ശമ്പള കമ്മീഷന്റെ സാധുത അത് 31-ന് അവസാനിച്ചിരുന്നു. ഇന്നു മുതൽ 8ാം ശമ്പള കമ്മീഷന്റെ ഇതുവരെ പ്രഖ്യാപിക്കാത്ത വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരും. സാധാരണയായി ശമ്പള കമ്മീഷനുകളുടെ ശുപാർശകൾ ഓരോ 10 വർഷത്തെ ഇടവേളയ്ക്കും ശേഷമാണ് നടപ്പിലാക്കാറുള്ളത്. കമ്മീഷൻ ശമ്പള പരിഷ്കരണ പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നതിന് ശേഷം മാത്രമേ ജീവനക്കാർക്ക് പുതുക്കിയ ശമ്പളം ലഭിച്ചു തുടങ്ങൂ. എങ്കിലും ജനുവരി മുതൽ കുടിശ്ശിക കുമിഞ്ഞുകൂടാനും തുടങ്ങും. 8ാം ശമ്പള കമ്മീഷന്റെ വ്യവസ്ഥകൾ പ്രഖ്യാപിച്ചതിന് ശേഷം അവ പുറത്തിറക്കുകയും ചെയ്യും. എന്നിരുന്നാലും 8ാം ശമ്പള കമ്മീഷൻ ശമ്പള വർധനവ് എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് വ്യക്തത വന്നിട്ടില്ല. സങ്കീർണമായ കുടിശ്ശികയുടെ കണക്കുകൂട്ടൽ ഈ പ്രക്രിയയെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന് സർക്കാർ പതിവിലും നേരത്തെ തന്നെ ഈ പരിഷ്കരണം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. CPC അംഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഫിറ്റ്മെന്റ് ഘടകത്തിന്റെ അടിസ്ഥാനത്തിലാണ് 8ാം ശമ്പള കമ്മീഷൻ ശമ്പള വർധനവ് തീരുമാനിക്കുന്നത്. പുതിയ അടിസ്ഥാന ശമ്പളം കണക്കാക്കാൻ പുതിയ CPC ഉപയോഗിക്കുന്ന ഗുണിതമാണ് ഫിറ്റ്മെന്റ് ഘടകം. ഫിറ്റ്മെന്റ് ഘടകം നിർണ്ണയിക്കാൻ 8ാം ശമ്പള കമ്മീഷൻ പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾ കണക്കിലെടുക്കും. 7ാം ശമ്പള കമ്മീഷന് കീഴിൽ ഫിറ്റ്മെന്റ് ഘടകം 2.57 ആയിരുന്നു. പുതിയ ശമ്പള കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷം എല്ലാ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അടിസ്ഥാന ശമ്പളം ഗണ്യമായി വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. 8ാം ശമ്പള കമ്മീഷൻ ശമ്പള വർധനവ് ജീവനക്കാരിൽ നിന്ന് ജീവനക്കാരിലേക്ക് അവരുടെ ലെവലിനെ ആശ്രയിച്ചാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ആർക്കാണ് കൂടുതൽ ശമ്പളം കിട്ടുക എന്നുള്ളതും ഈ ലെവൽ അനുസരിച്ചായിരിക്കും തീരുമാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.